ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. ലിനയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ റിതു കൃഷ്ണ. നമ്മൾ നോക്കാൻ പോകുന്നത് LDC 2027 മാരത്തോൺ MCQ. ഓക്കെ, സോഷ്യൽ സയൻസ് ബേസ്ഡ് ഓൺ ദ ടോപ്പിക് സോഷ്യൽ സയൻസ് സീരീസ് 2. അപ്പൊ സീരീസ് 1 എവിടെ? സീരീസ് 1 നമ്മുടെ ചാനലിലുണ്ട്. സീരീസ് 1, സീരീസ് 2, അതുപോലെ സീരീസ് 2, അതുപോലെ തന്നെ ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ഷോർട്സ് എല്ലാം നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ലെർണോ ജനറൽ PSC. സോ വേഗം വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ആദ്യത്തെ ചോദ്യം ഇതാണ്: സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷമാണ് ചോദിച്ചിരിക്കുന്നത്. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം പന്തിഭോജനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. അപ്പൊ സംഘടിപ്പിച്ച വർഷം ഏതാണ്? 1917 മെയ് 29, 1927 മെയ് 29. അപ്പൊ മെയ് 29 രണ്ടെണ്ണം ഉണ്ട്. അപ്പൊ ഏകദേശം നമുക്കൊരു മെയ് 29 ആണ് എന്ന് നമുക്ക് ഉറപ്പിക്കാമല്ലേ, അല്ലെ? 1937 അത്രയും ഡിലേ ആവില്ല. അപ്പൊ 1937 അല്ല, 1915 മെയ് 15. അപ്പൊ മെയ് 29 ആണെന്നുള്ള ഒരു ഏകദേശ കണക്ക് നമുക്ക് അറിയാം. അപ്പൊ ഇതും അല്ല നമുക്ക് മനസ്സിലാക്കാം. അപ്പോ ഇതില് 17 ആണോ 27 ആണോ? ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കേട്ടോ. സഹോദരൻ അയ്യപ്പൻ മിശ്രഭോജനം സംഘടിപ്പിച്ച വർഷം 1917 മെയ് 29 ആണ്. എന്തിനാണ് അത് സംഘടിപ്പിച്ചത്? കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന സഹോദരൻ അയ്യപ്പൻ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കുമെതിരെ എറണാകുളം ജില്ലയിലെ ചെറിയാപ്പിള്ളിയിൽ വെച്ചാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഈ ഒരു മിശ്രഭോജനം അല്ലെങ്കിൽ സഹോദര സംഘം ഭോജനം സംഘടിപ്പിച്ചത്. ഓക്കെ, അപ്പോ ജാതി വ്യവസ്ഥയ്ക്കും തൊട്ടുകൂടായ്മയ്ക്കും എതിരെ എറണാകുളം ജില്ലയിലെ ചെറിയാപ്പിള്ളിയിൽ വെച്ചിട്ടാണ് കേട്ടോ മിശ്രഭോജനം സംഘടിപ്പിച്ചത്. ആരാണ്? സഹോദരൻ അയ്യപ്പൻ. ഓക്കെ, ഇനി അപ്പൊ സ്ഥലം ഏതാണ്? തുടക്കം കുറിച്ച സ്ഥലം എന്ന് പറയുന്നത് ചെറായി. അതെവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. എല്ലാ വിഭാഗം ജനങ്ങളും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നതിന് വിലക്കുന്ന സാമൂഹിക അസമത്വത്തിനെതിരെ സഹോദരൻ അയ്യപ്പന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധമായിരുന്നു മിശ്രഭോജനം. അതായത് പണ്ട് കാലത്ത് നമുക്കറിയാം, എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് പണ്ട് കാലത്ത് പറ്റുണ്ടായിരുന്നില്ല അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള ഓരോരോ റവല്യൂഷണറി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓരോരോ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗം വഴിയാണ് നമ്മളിപ്പോ എല്ലാവരും സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു മഹത്തായിട്ടുള്ള ഒരു കാര്യം നമ്മളിപ്പോ അനുഭവിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ നമുക്കത് ഫീൽ ചെയ്യാനായിട്ട് പറ്റുന്നത്. പന്തിഭോജനം സംഘടിപ്പിച്ചത്, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ്? മിശ്രഭോജനം സംഘടിപ്പിച്ചത് സഹോദരൻ അയ്യപ്പനാണ്. പന്തിഭോജനം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്, തൈക്കാട് അയ്യയാണ്. സമപന്തിഭോജനം സംഘടിപ്പിച്ചത് ആരാണെന്ന് ചോദിക്കാറുണ്ട്, വൈകുണ്ഠ സ്വാമികളാണ്. ഓക്കെ, അപ്പൊ നമ്മള് 3 കാര്യം പറഞ്ഞു. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പൻ, പന്തിഭോജനം തൈക്കാട് അയ്യ, സമപന്തിഭോജനം വൈകുണ്ഠ സ്വാമികൾ. രണ്ടാമത്തെ ചോദ്യം: സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക. ഇത് ആരുടെ വാക്കുകളാണ്? ഓപ്ഷൻ എ സഹോദരൻ അയ്യപ്പൻ, ഓപ്ഷൻ ബി തൈക്കാട് അയ്യ, ഓപ്ഷൻ സി വൈകുണ്ഠ സ്വാമികൾ, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ഏതാണ് റൈറ്റ് ആൻസർ? സഹോദരൻ അയ്യപ്പനാണ്. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവായിരുന്ന സഹോദരൻ അയ്യപ്പന്റെ പ്രശസ്തമായ വരികളാണ് സ്വതന്ത്രമായി ചിന്തിക്കുക, ധീരമായി ചോദ്യം ചെയ്യുക എന്നത്. മനുഷ്യരിലെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങൾക്കുമെതിരെയാണ് ഈ ഒരു യുക്തിചിന്ത വളർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ ഒരു വരികൾ എഴുതിയത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു പ്രസംഗം നടത്തിയത്. ഓക്കെ, അടുത്തത് കുടുംബശ്രീ ആരംഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ചോദ്യം. 1998 മെയ് 17, 1999 മെയ് 25, 1917 മെയ് 29. എത്രയ്ക്ക് ഡിലേ ആയിട്ടില്ല. ഇത്രയും മുന്നേ ഒന്നും അല്ല കുടുംബശ്രീ ആരംഭിച്ചത്, നമുക്കറിയാം. അപ്പൊ ഈ 2 ഓപ്ഷൻ ആണ് അവിടെ കിടക്കുന്നത് അല്ലെ. അപ്പൊ ഈ 2 ഓപ്ഷനിൽ ഏതാണ് റൈറ്റ് ആൻസർ? റൈറ്റ് ആൻസർ വന്നിട്ട് 1998 മെയ് 17. അപ്പൊ EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണത്. അപ്പൊ 1998 എന്ന് പറയുമ്പോൾ, ഞാൻ 18 എന്നാണോ പറഞ്ഞത്? സോറി കേട്ടോ. 1998 എന്ന് പറയുമ്പോൾ EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ്. അപ്പൊ കേരളത്തില് കുടുംബശ്രീ പദ്ധതി രൂപീകരിച്ചത് EK നായനാർ മുഖ്യമന്ത്രി ആയിരുന്ന കാലത്താണ്. 1998 മെയ് 17 മലപ്പുറത്ത് വെച്ച് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരായിരുന്നു? അടൽ ബിഹാരി വാജ്പേയി ആണ് ഈ ഒരു പദ്ധതി ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ സ്ത്രീ ശാക്തീകരണത്തിനും ദാരിദ്ര്യ നിർമ്മാർജ്ജനവുമാണ് ഇതിലെ പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. അടുത്തത് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് ഏതാണ് ഇതില്? ജോബർ, രാഗി, പരുത്തി, ചണം.
യൂണിവേഴ്സൽ ഫൈബർ പരുത്തിയാണ് കേട്ടോ. ലോകവ്യാപകമായിട്ട് വസ്ത്രനിർമ്മാണത്തിന് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന പ്രധാന പ്രകൃതിദത്ത നാരാണ് പരുത്തി. അതുകൊണ്ടാണ് അതിനെ യൂണിവേഴ്സൽ ഫൈബർ എന്ന് വിളിക്കാനുള്ള കാരണം. കൂടാതെ ഇതിനെ വെളുത്ത സ്വർണം, വൈറ്റ് ഗോൾഡ് എന്ന് വിളിക്കാറുണ്ട്. നാരുകളുടെ രാജാവ്, കിങ് ഓഫ് ഫൈബേഴ്സ് എന്നും പരുത്തിനെ വിളിക്കാറുണ്ട് കേട്ടോ. പരുത്തിയുടെ ജന്മദേശം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഈ സിന്ധു നദീതട നിവാസികളാണ് ലോകത്ത് ആദ്യമായിട്ട് പരുത്തി കൃഷി ചെയ്തത്. ഓക്കെ, അടുത്തത് അഞ്ചാമത്തെ ചോദ്യം. കേരളത്തിലെ കൈത്തറി നഗരം എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ പാലക്കാട്, ഓപ്ഷൻ ബി തൃശ്ശൂർ, ഓപ്ഷൻ സി കാസർഗോഡ്, ഓപ്ഷൻ ഡി കണ്ണൂർ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി കണ്ണൂർ. കേരളത്തിലെ ഏറ്റവും വലിയ കൈത്തറി ഉൽപാദന ജില്ലയായതുകൊണ്ട് കണ്ണൂരിനെ എന്താ വിളിക്കുന്നത്? ഹാൻഡ്ലൂം സിറ്റി ഓഫ് കേരള അഥവാ കേരളത്തിലെ കൈത്തറി നഗരം ഏതാണ്? കണ്ണൂരാണ്. അപ്പൊ തുണി വ്യവസായത്തിലെ വലിയ പാരമ്പര്യം കാരണം കേരളത്തിന്റെ മാഞ്ചസ്റ്റർ എന്നും എന്തറിയപ്പെടുന്നുണ്ട്? കണ്ണൂര് അറിയപ്പെടുന്നുണ്ട്. ഇന്ത്യയിലെ ആദ്യത്തെ കൈത്തറി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ തന്നെയാണ്? കണ്ണൂരിലാണ്. അപ്പൊ കേരളത്തിലെ കൈത്തറി നഗരം ഏതാണ്? കണ്ണൂർ. ഓക്കെ, ആറാമത്തെ ചോദ്യം. കേരളത്തിന്റെ തനത് നൃത്തരൂപം ഏതാണ്? അറിയാം, ഭരതനാട്യം അല്ല എന്നുള്ളത് അറിയാം, കുച്ചിപ്പുടി അല്ല എന്നറിയാം, കഥക് അല്ല എന്നറിയാം. ദി റൈറ്റ് ആൻസർ ഈസ് മോഹിനിയാട്ടം. അത് നമുക്കറിയാം, മോഹിനിയാട്ടമാണ് കേരളത്തിലെ തനത് നൃത്തരൂപം എന്ന് പറയുന്നത്. അപ്പം മോഹിനിയാട്ടം കേരളത്തിന്റെ തനതായ ക്ലാസിക്കൽ നൃത്തരൂപമാണ് മോഹിനിയാട്ടം. മോഹിനി എന്ന് പറയുമ്പോൾ മനസ്സ് കവരുന്നവൾ എന്നർത്ഥം, ആട്ടം എന്ന് പറയുമ്പോൾ നൃത്തം എന്നീ വാക്കുകളിൽ നിന്നാണ് ഈ ഒരു പേര് വന്നത്. സ്ത്രീകളാണ് ഇത് പ്രധാനമായിട്ടും അവതരിപ്പിക്കുന്നത്. കേരളത്തിന്റെ മറ്റൊരു പ്രശസ്തമായ നൃത്തരൂപം ഏത് തന്നെയാണ്? കഥകളിയാണ് കേട്ടോ. അടുത്തത്, ചാണക്യന്റെ അർത്ഥശാസ്ത്രത്തിൽ പൂർണി എന്ന് വിളിക്കുന്ന നദി ഏതാണ് എന്നുള്ളതാണ്. അത് ഏതാണ്? പെരിയാറാണ്. അപ്പൊ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ പെരിയാറാണ് അർത്ഥശാസ്ത്രത്തിൽ പരാമർശിക്കപ്പെടുന്ന കേരളത്തിലെ ഏക നദി. അപ്പൊ പൂർണി എന്ന് വിളിക്കുന്നത് ഏതാണ്? പെരിയാറാണ്. ഈ പൗരാണിക കാലത്ത്, പഴയ കാലത്ത് ചൂർണി എന്ന പേരിലാണ് ഇത് അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പൊ പെരിയാറിന്റെ തീരത്ത് നിന്നും വിലപിടിപ്പുള്ള മുത്തുകൾ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ചാണക്യൻ അതിനെ രേഖപ്പെടുത്തിയത്. കേരളത്തിന്റെ ജീവരേഖ, അതുപോലെ തന്നെ പൂർണ്ണ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നത് പെരിയാറാണ്. നിള, പേരാർ, കേരളത്തിന്റെ നൈൽ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് കേട്ടോ. അടുത്തത് എട്ടാമത്തെ ചോദ്യം. തന്നിരിക്കുന്നതിൽ ആരുടെ ആത്മകഥയാണ് തുടിക്കുന്ന താളുകൾ? ആരുടെ ആത്മകഥയാണ്? ചങ്ങമ്പുഴ അല്ലെ. മലയാളത്തിന്റെ പ്രിയപ്പെട്ട കാൽപ്പനിക കവിയായ ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ അപൂർണമായിട്ടുള്ള ഒരു ആത്മകഥയും ഡയറി കുറിപ്പുകളും അടങ്ങുന്ന ഒരു കൃതിയാണ് ഈ തുടിക്കുന്ന താളങ്ങൾ അല്ലെങ്കിൽ തുടിക്കുന്ന താളുകൾ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിലേക്കും കാവ്യലോകത്തിലേക്കും വെളിച്ചം വീശുന്ന ഈ ഒരു പുസ്തകം. അപ്പൊ നമുക്ക് ഓരോരുത്തരെ കുറിച്ചും, ഇപ്പൊ തോപ്പിൽ ഭാസി എഴുതിയത് ഏതാണ്, NN പിള്ള എഴുതിയത് ഏതാണ്, AK ഗോപാലൻ എഴുതിയത് ഏതാണെന്നൊക്കെ നമുക്ക് നോക്കാം. തോപ്പിൽ ഭാസി ഒളിവിലെ ഓർമ്മകൾ എഴുതിയത് തോപ്പിൽ ഭാസിയാണ്. എന്റെ ജീവിതകഥ എഴുതിയത് AK ഗോപാലനാണ്. ഞാൻ എന്ന പുസ്തകം എഴുതിയത് NN പിള്ള. എന്റെ കഥ മാധവിക്കുട്ടി. എന്റെ വഴിത്തിരിവ് പൊൻകുന്നം വർക്കി. എന്റെ നാടുകടത്തൽ രാമകൃഷ്ണ പിള്ള. എന്റെ നാടക സ്മരണകൾ ഇത് എഴുതിയത് PJ ആന്റണി. ഓക്കെ, ഇതിലിപ്പോ നിങ്ങൾക്ക് അറിയാം, എന്റെ കഥ അറിയണ്ടാവും അല്ലെ, മാധവിക്കുട്ടി, ഞാൻ, NN പിള്ള, എന്റെ ജീവിതകഥ AK ഗോപാലൻ. ഓപ്ഷൻസിലുള്ളതെല്ലാം വായി എന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തത്, കേരളത്തിലെ മണ്ണുത്തിയില് വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനം ഏതാണ് എന്നുള്ളതാണ്. ഏതാണ്? പവിത്ര, പ്രിയങ്ക, അർക്ക, മുക്തി. പാവൽ വിത്തിനമാണ് അല്ലെ. അതേതാ? പ്രിയങ്കിയാണ് കേട്ടോ. സ്വർണപ്രഭ, ത്രിവേണി, ശബരി, ഭാരതി തുടങ്ങിയവ നെല്ലിനങ്ങളാണ്. അപ്പോ സ്വർണപ്രഭ, സ്വർണത്തിന്റെ കളറല്ലേ നെല്ലിന്, അതുകൊണ്ടായിരിക്കും. ത്രിവേണി, ശബരി, ഭാരതി എന്നൊക്കെ നെല്ലിനങ്ങളാണ്. കേര സൗഭാഗ്യ, ഇതൊരു പേരാണ്, ഇവിടെ കോമയുണ്ട്. കേര സൗഭാഗ്യ, കേരസാഗര, കേരമധുര തുടങ്ങിയവ സങ്കരിനം തെങ്ങിൻ തൈകളാണ്. അടുത്തത്, കൗമുദി, ഹരിതശ്രീ എന്നിവ പടവലം ഇനങ്ങളാണ്. അരുൺ പുതിയ പേരാണല്ലോ. രേണു, ശ്രീകൃഷ്ണ, അതുപോലെ തന്നെ ശ്രീ എന്നിവ ചീര ഇനങ്ങളാണ് കേട്ടോ. ശ്രീകൃഷ്ണ എന്നുള്ളത് തന്നെയാണ്. അത് എന്താണ്? ചീര ഇനങ്ങളാണ്. അപ്പൊ പ്രിയങ്ക എന്ന് പറയുമ്പോൾ ഏതാണ് പ്രിയങ്ക? പ്രിയങ്ക എന്ന് പറയുന്നത് കേരളത്തിലെ മണ്ണുത്തിയിൽ വികസിപ്പിച്ചെടുത്ത മികച്ച പാവൽ വിത്തിനമാണ്.
അടുത്തത് 10ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? അത് വീലർ ദ്വീപാണ്. വീലർ ദ്വീപ് ഇപ്പൊ അറിയപ്പെടുന്നത് ഡോക്ടർ അബ്ദുൽ കലാം ദ്വീപ് എന്ന് പുനർനാമകരണം ചെയ്തിട്ടുണ്ട്. നമ്മുടെ അബ്ദുൽ കലാമിനുള്ള ആദര സൂചകമായിട്ട് അല്ലെ, മുൻ രാഷ്ട്രപതി ഡോക്ടർ APJ അബ്ദുൽ കലാമിനുള്ള ആദര സൂചകമായിട്ട് 2015 വീലർ ദ്വീപ് അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ പേരിലാണ്. ഒഡീഷ തീരത്തുള്ള ഈ ദ്വീപ് ഇന്ത്യയുടെ മിസൈൽ പരീക്ഷണ കേന്ദ്രമാണ്. ഇന്ത്യയുടെ മിക്ക ദീർഘദൂര മിസൈലുകളും ഇവിടെ നിന്നാണ് വിക്ഷേപിക്കുന്നത്. ഓക്കെ, സോ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ് ഏതാണ്? വീലർ ദ്വീപാണ്. അപ്പൊ നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. എടുത്ത കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെ വ്യക്തമായി മനസ്സിലായി അല്ലെങ്കിൽ ഉപകാരപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഉപകാരപ്പെട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. താങ്ക്സ് ഫോർ യുവർ ടൈം. ബൈ.